ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ വീഡിയോ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. എന്നിരുന്നാലും ആദ്യം ഒരു ചെറിയ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. നമ്മളുടെ ഡിസ്കോഡ് സെർവറിനെ കുറിച്ചാണ്. ഡിസ്കോഡിൻ്റെ ലിങ്ക് നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്താണ് ഡിസ്കോഡ് സെർവർ എന്നൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെയും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിസ്കോഡിൽ ഏകദേശം 100-ന് മുകളിൽ ആൾക്കാർ ഇപ്പോൾ ആയിട്ടുണ്ട്. പക്ഷേ ആക്റ്റീവായിട്ടുള്ള ആളുകൾ കുറവാണ്. എന്നിരുന്നാലും പുതിയൊരു സവിശേഷത നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്, ഡിസ്കോഡ് സെർവറിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിക്റ്റ് വൈസ് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചാനലുകൾ, അതായത് കോഴിക്കോട്, കോട്ടയം, കണ്ണൂർ, മലപ്പുറം, അങ്ങനെ എല്ലാ സെപ്പറേറ്റ് 14 ജില്ലകൾക്കുമുള്ള സെപ്പറേറ്റ് ചാനലുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്കോഡിനകത്ത്. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേക ചാനലിൽ ചാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോ വോക്കോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലുകൾ യൂസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ക്യാമറ എക്യുപ്മെൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് കൊടുക്കണം, സെക്കൻഡ് ഹാൻഡ് വാങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു സ്ഥിരം സെയിലിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ ഒരു ക്യാമറ വിറ്റു, അതിൻ്റെ പുറകെ അടുത്തത് അങ്ങനെ 2-3 വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഡിസ്കോഡിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ പറയാൻ കാരണം ഇതൊരു ഫേസ്ബുക്ക് പോലെ ഒരു സംഭവമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ക്യാമറ, അല്ലെങ്കിൽ നിങ്ങളൊരു റീസെല്ലർ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്കുള്ള സ്ഥലമല്ല. പക്ഷേ നിങ്ങളുടെ ക്യാമറ നിങ്ങൾക്ക് വിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ സെക്കൻഡ് ഹാൻഡ് ക്യാമറ എടുക്കണമെങ്കിൽ ഈ സെർവറുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ജോയിൻ ചെയ്യുക. ആക്റ്റീവായിട്ടിരിക്കാൻ ജോയിൻ ചെയ്ത ആളുകൾ ശ്രദ്ധിക്കുക. വളരെ കുറച്ച് പേരെ ആക്റ്റീവായിട്ടുള്ളൂ. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് 20,000 സബ്സ്ക്രൈബർ ആയാൽ യൂട്യൂബിൽ നിന്ന് എത്ര പൈസ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര പൈസ എന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എൻ്റെ ചാനലിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ അത് കിട്ടാതിരിക്കാനുള്ള കാരണമുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ എൻ്റെ 10 ഇരട്ടി കിട്ടുന്ന ആൾക്കാർ കാണുമായിരിക്കും. 20,000 സബ്സ്ക്രൈബേഴ്സിനെ വെച്ചുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ 10 ഇരട്ടി കിട്ടുന്ന ആളുകൾ കാണുമായിരിക്കും. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ടോപ്പിക്കാണ്. നിങ്ങളുടെ ടോപ്പിക്ക്, നിങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫി ചാനലാകാം, കുക്കിംഗ് ചാനലാകാം, അല്ലെങ്കിൽ ജസ്റ്റ് വ്ളോഗുകളാകാം, യാത്രകളാകാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് യാത്രയും അതുപോലെ തന്നെ ഫുഡിൻ്റെ ചാനലുകളുമൊക്കെയാണ്. അപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുമ്പോഴത്തേക്കിനുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനും ഇതിനകത്ത് തന്നെ ആയിരിക്കും വരുന്നത്. കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി, അത് വീഡിയോ ക്വാളിറ്റി ആയാലും ഓഡിയോ ക്വാളിറ്റി ആയാലും ഓവറോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ആയാലും, ഫുഡാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്, ഏറ്റവും വെറൈറ്റി പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടത്തുള്ളൂ. മീൻസ് കോമ്പറ്റീഷൻ അത്ര കൂടുതലാണ്. നിങ്ങളെക്കാട്ട് നന്നായിട്ട് ചെയ്യുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന് അത്രയ്ക്കും ആ ഒരു ഫെയിം കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സബ്സ്ക്രൈബർ ബേസ് എങ്ങനെയുള്ളതെന്നാണ്. അത് എൻ്റെ ചാനലിനെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു, സബ്സ്ക്രൈബർ ബേസ്. അപ്പം ഫോട്ടോഗ്രാഫി തന്നെയാണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോട്ടോഗ്രാഫി ഉണ്ട്, DSLR ഫോട്ടോഗ്രാഫി ഉണ്ട്. ഓക്കെ, അപ്പം മൊബൈൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. മൊബൈൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേരുടെയും കയ്യിലും മൊബൈൽ ഫോണുണ്ട്. അതിൽ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബേസിനെയാണ്, മൊബൈൽ ഫോട്ടോഗ്രാഫിയാണ് നിങ്ങൾ ബേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ്, സബ്സ്ക്രൈബേഴ്സൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കണ്ടൻറ്റ് അതുപോലെ നല്ലതായിരിക്കണം. നമുക്ക് മലയാളത്തിൽ ഇഷ്ടം പോലെ മൊബൈൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന, നല്ല രീതിയിൽ ചെയ്യുന്ന ഫോട്ടോഗ്രാഫി ചാനലുകളുണ്ട്. പക്ഷേ ഇപ്പം DSLR ഒക്കെ ആണെങ്കിൽ അത് കാണുന്ന വ്യൂവേഴ്സ് എങ്ങനെയുള്ള ആൾക്കാരാണ്? അത് മിക്കവാറും DSLR പുതിയതായി വാങ്ങിയ ആൾക്കാരൊക്കെ ആയിരിക്കും എൻ്റെ ആ ചാനൽ കാണുന്നത്. പക്ഷേ അതിന് DSLR വാങ്ങാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇപ്പം ഒരു 30,000 രൂപയുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും മൊബൈൽ ഫോൺ വാങ്ങാനാണ് പ്രിഫർ ചെയ്യുന്നത് DSLR ക്യാമറയെക്കാട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആ വ്യൂവേഴ്സിൻ്റെ എണ്ണം കുറയും. പിന്നെ കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമ്മുടെ ചാനൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആണ് ചാനലിലെ ടോപ്പിക് എന്നൊക്കെ വെച്ച്. മലയാളത്തിലെ ഫോട്ടോഗ്രാഫി, DSLR ഫോട്ടോഗ്രാഫി ചാനലുകൾ കുറവാണ്, ആക്റ്റീവായിട്ടിരിക്കുന്ന വളരെ കുറവാണ്. ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, നല്ല നല്ല ചാനലുകളുണ്ട്. പക്ഷേ മൊബൈൽ ഫോട്ടോഗ്രാഫി ചാനലുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ DSLR ക്യാമറ ഫോട്ടോഗ്രാഫി ചാനലുകൾ കുറവാണ്. വ്യൂസും കുറവാണ്. DSLR ഫോട്ടോഗ്രാഫി ചാനലുകൾക്ക് ബേസിക്കലി വ്യൂസ് കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വ്യൂസ് ഉള്ള ചാനലുകളുണ്ട്, പക്ഷേ നമ്മൾ മൊബൈൽ ഫോട്ടോഗ്രാഫിയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും വ്യൂസ് കിട്ടാറില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഈ സബ്സ്ക്രൈബർ ബേസിൻ്റെ ഇൻട്രസ്റ്റും അവരുടെ കയ്യിലുള്ള സമയവും എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പിള്ളേരെ ഇത് ചെയ്തുകൊണ്ടുള്ള ഒരു ചാനലാണ്. ഇപ്പോൾ എൻ്റെ ഗെയിമിംഗ് ചാനൽ പുതിയൊരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് യങ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർക്ക്, അവർക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ വീഡിയോസ് കാണും. ഞാനിപ്പം അതാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മീൻസ് അതൊരു ലോ എഫേർട്ട്
എന്താ പറയുക ചാനലാണ്. ലോ എഫേർട്ട് എന്ന് പറഞ്ഞാൽ എഫേർട്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഞാനിപ്പം ഇത് ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. എനിക്കൊരു ക്യാമറ സെറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇത് പിന്നെ കാർഡ് ഊരിക്കൊണ്ട് പോയി എന്താ പറയുക നമ്മുടെ സിസ്റ്റത്തിൽ കൊടുത്ത് അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ അത് പ്രീമിയർ പ്രോയിലിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു സ്ക്രീൻ റെക്കോർഡർ ഉണ്ടെങ്കിൽ ഗെയിമിംഗ് ചാനൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്തുകൊണ്ട് പോകാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ സബ്സ്ക്രൈബർ ബേസിൻ്റെ ഇൻട്രസ്റ്റും ടൈമും ഒരു മൂന്നാമത്തെ ഘടകമാണ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വ്യൂസിനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ കുക്കിങ്ങിൽ താല്പര്യമുള്ള ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നാലാമത്തെ കാര്യമായിട്ടാണ് ഞാൻ ഈ വ്യൂസ് പറയുന്നത്. ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാൽ മാത്രം നിങ്ങൾക്ക് വ്യൂസ് കിട്ടണം എന്നില്ല. ഇപ്പോൾ എൻ്റെ ചാനൽ തന്നെയാണെങ്കിൽ വ്യൂസ് വളരെ കുറവാണ്. മെയിനായിട്ടുള്ളൊരു റീസൺ എനിക്ക് തോന്നുന്നു, ഞാൻ എഡിറ്റിംഗ് വീഡിയോസ് ചെയ്യാറുണ്ട്, ഫോട്ടോഗ്രാഫി അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, പക്ഷേ ഫോട്ടോഗ്രാഫി ഗിയറിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് കുറവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു DSLR ക്യാമറ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഗിയറിനെ കുറിച്ചാണ് കൂടുതൽ താല്പര്യമുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഏത് ടൈപ്പ് ചാനലായാലും നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ അല്ലെങ്കിൽ വരുമാനം, മന്ത്ലി വരുമാനം നിങ്ങൾക്ക് കൂടത്തുള്ളൂ. ഇപ്പോൾ വ്യൂസ് കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം ഒരു ബേസിക് എന്താ പറയുക ഒരു നിയമം, ബേസിക് ആയിട്ടുള്ളൊരു നിയമം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 3 വീഡിയോ ഇടണം എന്നുള്ളതാണ് ഈ ഫോട്ടോഗ്രാഫി യൂട്യൂബിൻ്റെ ഒരു എന്താ പറയുന്നത് എഴുതപ്പെടാത്ത നിയമം. ആഴ്ചയിൽ 3 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൽഗോരിതം നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യും, നിങ്ങളുടെ മുകളിലേക്ക് പോകും. ഇപ്പോൾ എൻ്റെ ചാനലാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സാധനം ഗ്രാഫ് നേരെ താഴോട്ട് പോയിരിക്കുന്നതാണ്. എനിക്ക് നേരത്തെ മന്ത്ലി കാണിച്ചിരുന്ന ആ ഒരു എമൗണ്ടിൻ്റെ പകുതി മാത്രമേ ഇപ്പം കാണിക്കുന്നുള്ളൂ. പകുതി താഴെയാണ്, പിന്നെയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി ഒരു കാര്യമാണ് നമുക്ക് വ്യൂസ് കിട്ടാനുള്ളത്. അപ്പോൾ നല്ല വ്യൂസൊക്കെയുള്ള ഒരു 20,000 സബ്സ്ക്രൈബറുള്ള ഒരു യൂട്യൂബ് ചാനലാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി എനിക്ക് തോന്നുന്നു ഒരു 10,000 ഒക്കെ ഒപ്പിക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. എൻ്റെ ഒരു ഇതാണ് $100 നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റുമായിരിക്കും നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് മന്ത്ലി ഒന്നും കിട്ടാറില്ല. ഒരു 5 മാസം കൂടുമ്പോഴാണ് നോർമലി, 4 അല്ലെങ്കിൽ 5 മാസം കൂടുമ്പോഴാണ് നോർമലി നമുക്ക് യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നത്. മീൻസ് നമുക്ക് ആ $100 എന്ന് പറയുന്ന ത്രഷോൾഡിൽ എത്തിയാൽ മാത്രമേ ഈ ഒരു പേയ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഏകദേശം 7,000 സംതിങ് രൂപയാണ് നമുക്ക് വരുന്നത്. ഇത് എൻ്റെ ചാനലിൻ്റെ അവസ്ഥയാണ്. അതായത് കുറച്ച് വ്യൂസുള്ള കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൻ്റെ അവസ്ഥയാണ്. പക്ഷേ കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, അതായത് 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എൻ്റെതിനെക്കാട്ടും ഡബിൾ വ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നതിനെക്കാട്ടും ഡബിൾ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻഷുറൻസ് പോലെയാണ് സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളുടെ ചാനലിനെ ഫോളോ ചെയ്യുന്ന 20,000 പേരുണ്ട്. അവർ ചിലപ്പോൾ കാണത്തില്ലായിരിക്കും, എന്നിരുന്നാലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടാറുണ്ട്. ചിലപ്പോൾ അവർ ഈ ആഴ്ച തിരക്കാണെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പഠിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ചിലപ്പോൾ നിങ്ങളുടെ ചാനലിൽ കയറി നോക്കും, നിങ്ങളുടെ സബ്സ്ക്രൈബറൊക്കെ ആണെങ്കിൽ. അവർക്ക് ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ചാനലൊക്കെ ആയിരിക്കും അവരെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്താണ് കുക്കിംഗ് ചാനലാണെങ്കിൽ അല്ലെങ്കിൽ ട്രാവൽ ചാനലാണെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് ആണ് 20,000. 50,000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 50,000 പേരുണ്ട്. അത് 50,000 പേരും ഈ നിങ്ങളുടെ ചാനൽ കാണണമെന്നില്ല. പക്ഷേ കാര്യങ്ങൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ ആഴ്ചയും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒത്തിരി ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു വ്യൂവർ എന്ന നിലയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ചോയ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കരിക്കിൻ്റെ ചാനലുണ്ട്. കൂടുതൽ ആൾക്കാരും കോമഡി കാണാനാണ്, ഡെയിലി കോമഡി യൂട്യൂബ് ചാനൽസ് കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് ഈ വ്യൂസ് കൊണ്ടുവരണം, ഇവരുടെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ്, വീക്കിലി ഉള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വ്യൂവർ ആണെങ്കിൽ ഓക്കെ എനിക്കിന്ന് കോമഡി കാണണം, എനിക്കിന്ന് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പഠിക്കണ്ട, അപ്പോൾ നാളെയും പഠിക്കേണ്ട. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ കാണാനുള്ളൊരു ഇൻട്രസ്റ്റേ നമുക്ക് മനസ്സിൽ വരത്തുള്ളൂ. പിന്നെ രണ്ടാമത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫുഡ് ചാനലാണെങ്കിൽ, ഇപ്പോൾ ഇത് കൂടുതലും കാണുന്ന വീട്ടമ്മമാരും ഒക്കെ ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ കൊണ്ട് നിങ്ങളൊരു ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കാണുന്ന വ്യൂവേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ കുറച്ച് ഡിഷുകൾ, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് വ്യൂവേഴ്സിന് വേണ്ടത്, അതാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. എൻ്റെ പഴയ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള കണ്ടൻറ്റ് ഞാൻ ഇടും, അതിഷ്ടമുള്ള ആൾക്കാർ കണ്ടാൽ മതി. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പാടായിരിക്കും നമുക്ക് വ്യൂസ് കിട്ടാനായിട്ട്. എന്താണ് നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടത്, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ TV ചാനലുകളൊക്കെ ആണെങ്കിലും എന്താണ് വ്യൂവേഴ്സിന് വേണ്ടത്, അവരുടെ വ്യൂവേഴ്സ് ആരാണ്, ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്. ഇപ്പം സീരിയലുകൾ, അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ
വീട്ടമ്മമാർ, അല്ലെങ്കിൽ വീട്ടിൽ ഡെയിലി ഫുള്ള് പണി ചെയ്തിട്ട് അവസാനം ഒന്ന് റെസ്റ്റ് എടുക്കുന്ന വീട്ടമ്മമാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ടി വി സീരിയലുകളുടെ ടാർഗറ്റ്. അപ്പം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നോക്കി അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വ്യൂസ് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ എന്തായാലും 20,000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ എന്ത് കിട്ടുമെന്ന് ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്കത് കിട്ടാൻ സാധ്യതയുണ്ട്. മീൻസ് നിങ്ങൾ അത്രയും എഫേർട്ട് ഇടേണ്ടി വരും. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഗ്രാഫ് താഴോട്ടാണ്. മെയിൻ റീസൺ ഞാൻ ആദ്യം ഇട്ടിരുന്ന എഫേർട്ട്, അതായത് ഞാൻ ആദ്യമൊക്കെ ഒരു ആഴ്ചയിൽ എല്ലാ ദിവസവും വീഡിയോസ് ഇട്ടിരുന്നു. പിന്നെ ഒരു കഴിഞ്ഞൊരു 2 വർഷം മുമ്പ് വരെ അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ 20,000 വരെയൊക്കെ എത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലിയൊക്കെ ആയി, കുട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി നമുക്ക് സമയം കിട്ടാതെ വന്നു. വീഡിയോസ് ഇടാനായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കിനും നമുക്ക് വീഡിയോസ് ഇടാനായിട്ടൊരു ഡിലേ ഒക്കെ വന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ വ്യൂസ് എല്ലാം പോകുന്നത്. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനു വേണ്ടി ഒരു ജോലിയായിട്ട് തന്നെ എടുക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം. പിന്നെ അതുപോലെ തുടങ്ങുന്ന ആൾക്കാർ സ്വന്തം ജോലി ഉപേക്ഷിച്ച് ചെയ്യാതിരിക്കുക. ഇത് ടൈം എടുക്കുന്നൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി നിങ്ങൾ യൂട്യൂബിന് വേണ്ടി ഇറങ്ങുക. ഇപ്പോൾ നമ്മുടെ കരിക്കൊക്കെ പോലെയാണ്, അവർ അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് അവർ യൂട്യൂബിൽ ഇറങ്ങിയത്. അല്ലെങ്കിൽ നമ്മുടെ സുജിത് ഭക്തൻ്റെ ചാനലുണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ പുള്ളി എന്തോ 5 ലക്ഷം രൂപ എന്തോ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി. എന്നിട്ടും പുള്ളി ഒരു 2 വർഷം എന്തോ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ പുള്ളി കിട്ടിയത്. കരിക്കൊക്കെ കോമഡി ചാനലൊക്കെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് കയറി വന്നു. അവരുടെ കഴിവുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഒത്തിരി കോമഡി ചാനൽസ് ഉണ്ട്, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വ്യൂസും കാര്യങ്ങളും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് ചാനലുകളെ മാത്രം നോക്കാതെ ക്ലിക്കായി പോകാത്ത ചാനലുകളുടെ കാര്യം നമ്മൾ നോക്കുക. എന്തുകൊണ്ട് അവർ ക്ലിക്കായില്ല? ഒത്തിരി ആൾക്കാർ വെറുതെ ചാനൽസ് തുടങ്ങുന്നുണ്ട്. എന്തിനാണെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്കും ഇതുപോലെ ചിലപ്പം നമ്മുടെ എന്താ പറയുക, ഗെയിമിംഗ് ചാനലിലൊക്കെ പിള്ളേർ ചുമ്മാ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ 2 മിനിറ്റ് പോലും ഇല്ല, ചുമ്മാ അതിൽ കൂടെ ഒരു ബസ് ഓടിപ്പോകുന്നതിൻ്റെ വീഡിയോ, അത് കാര്യമൊന്നുമില്ല, ആക്സിഡൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അതല്ല, ജസ്റ്റ് ഒരു ബസ് ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ ബൈക്കിൽ പോകുന്നു. എൻ്റെ ഫ്രണ്ട് സൈഡ് ട്രാവലല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഇത് 1 മിനിറ്റൊക്കെ കാണത്തുള്ളൂ. അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വെറുതെ ചെയ്യാതിരിക്കുക, ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് പൈസയൊന്നും കിട്ടത്തൊന്നുമില്ല. നിങ്ങൾ പ്ലാൻ ചെയ്യുക. DSLR ക്യാമറ തന്നെ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മൊബൈൽ ഫോണിൽ നിങ്ങൾ പിടിച്ചാലും ഹൈ ക്വാളിറ്റി കണ്ടൻ്റ് ആണെങ്കിൽ നല്ല വ്യൂസ് കിട്ടും. അതുപോലെ തന്നെ എൻ്റർടൈനിങ് കണ്ടൻ്റ് ആയിരിക്കണം കുറച്ച്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ സംസാരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുറേ ആൾക്കാർക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. എനിക്കും സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്ലോനെസ് നമ്മുടെ സംസാരത്തിലുണ്ട്. എന്നിരുന്നാലും സംസാരിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് കുറച്ച് മ്യൂസിക്കും ഇട്ട് ജസ്റ്റ് വീഡിയോസ് മാത്രം കാണിച്ചിട്ട് ആൾക്കാരിൽ ഇൻട്രസ്റ്റ് വരത്തില്ല. നിങ്ങളുമായിട്ടുള്ളൊരു പേഴ്സണൽ ഇൻട്രാക്ഷൻ അതിൽ വരുന്നില്ല. ഇപ്പോൾ ഞാനിപ്പം എൻ്റെ ഫോട്ടോഗ്രാഫി ചാനലൊക്കെ ആണെങ്കിൽ കുറച്ച് ആൾക്കാരുമായിട്ട് നമുക്കൊരു പേഴ്സണൽ കണക്ഷൻ, സബ്സ്ക്രൈബേഴ്സിൽ നിന്നൊരു പേഴ്സണൽ കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരിടയ്ക്ക് വിളിക്കാറുണ്ട്. എല്ലാ ആൾക്കാരുമായിട്ട് നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടത്തില്ല. എന്നിരുന്നാലും നമുക്ക് ഒത്തിരി ആൾക്കാരുമായിട്ടൊരു പേഴ്സണൽ കണക്ഷൻ, പ്രത്യേകിച്ച് ഡിസ്കോഡൊക്കെ വന്നതിൽ പിന്നെ ഒത്തിരി ആൾക്കാരുമായിട്ട് നല്ലൊരു പേഴ്സണൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഇന്നയാളുടെ പേര് പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. അങ്ങനെയൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ വിളിച്ചിരുന്നു. അദ്ദേഹം പേര് പറയുന്നതിന് മുമ്പേ നമുക്ക് കാണിച്ചു, ട്രൂ കോളറെ കാണിച്ചു. എന്നിരുന്നാലും നമുക്ക് കണ്ടപ്പോഴേ ആൾ ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരി ആൾക്കാരെ അറിയാം. അപ്പോൾ ആ ഒരു പേഴ്സണൽ കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ ആക്റ്റീവ് ആക്കണമെങ്കിൽ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ടൊരു കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് ലൈവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പറ്റുന്ന ചാനലുകൾ ലൈവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈവിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് പറ്റുന്ന ചാനലുകളാണെങ്കിൽ കേട്ടോ. ഇപ്പം നിങ്ങളൊരു കുക്കറി ചാനലാണെങ്കിൽ ലൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് മെനക്കെടേണ്ടത് പഠിക്കാനായിട്ട്. പിന്നെ വേണമെങ്കിൽ എങ്ങനെ നമുക്ക് ബേസിക് വീഡിയോ എടുക്കാം മുതലേ കാര്യങ്ങൾ നമുക്ക് ഈ ചാനലിലിടാം. എനിവേസ്, ഞാൻ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ. ഒന്നാമത് നമുക്ക് വ്യൂസ് കുറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിസ്കറേജ്മെൻറ്റ് നമുക്ക് വരാറുണ്ട്. ഇനി ചെയ്യണോ വേണ്ടയോ? ഞാനിപ്പോൾ ശരിക്കും നിർത്തണം, ഡിസ്കോഡിനകത്ത് തന്നെ ഞാൻ പറയുകയും ചെയ്തു, ഞാനിത് നിർത്താൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിവേസ്, നോക്കട്ടെ, മുമ്പോട്ട് പോകാൻ നമുക്ക്. വലിയ വ്യൂസൊന്നും വേണം നമുക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ, കാണുന്ന ആൾക്കാർ അത്യാവശ്യം ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ അത്യാവശ്യം വീണ്ടും പഴയ രീതിയിലൊന്ന് തിരിച്ചു വരും. എനിവേസ്, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.